Hi friends, welcome to Mother to Calicut Lifestyle channel. இந்த சேனலோட பிரத்யேகത எல்லாரோடும் நான் പറഞ്ഞതാണ്. நான் தமிழ்நாடு பொண்ணு, மேரேஜ் ஆகி வந்தது கேரளால. அப்போ ஸ்டார்டிங்ல இருந்து இப்போ வரைக்கும் எனக்கு தெரியாத விஷயங்களும் தெரிஞ்ச விஷயങ്ങളും എക്സ്പീരിയൻസുകളോട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുവரைக்கும் எல்லாரும் எனக்கு நல்ல ஒரு சப்போர்ட் கொடுத்திருக்கு. அப்போ நம்ம வீடியோ சப்ஸ்கிரைப் பண்ணாம பாக்குறவங்க எல்லாரும் ஒன்று சப்ஸ்கிரைப் பண்ணுங்க, லைக் பண்ணுங்க, ஷேர் பண்ணுங்க, பக்கத்தில் இருக்கிற அந்த பெல் ஐகானை கிளிக் பண்ண மறந்துடாதீங்க. ஓகே, வாங்க வீடியோக்குள்ள போலாம். இன்னைக்கு நான் உங்க கூட ഷെയർ பண்றது ഒരു ഫണ്ണിയാണ് ബ്യൂട്ടിഫുള്ളാണ് ഒരു മൊമെന്റാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നുണ്ട്. അത് എനിക്ക് കല്യാണമായ ഒരു 2-3 ദിവസത്തിനുള്ളിൽ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് അമ്മമ്മക്ക് ഇടയിലാണ് അത്. അപ്പോൾ ഞാൻ അമ്മമ്മവും ഒരു ദിവസം രാത്രി ഒരു 10 മണിന്റെ അടുത്ത് വിട്ടത്തിരുന്നിട്ട് സംസാരിച്ചിട്ടിരിക്കും. അപ്പോൾ എനിക്ക് മലയാളം അറിഞ്ഞോടെ അമ്മമ്മക്ക് തമിഴ് അറിഞ്ഞോടെ, പക്ഷെ എന്തെല്ലോ രണ്ടാളും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട്. അങ്ങനെയാണ് പോയിട്ടിരിക്കുന്നത്. അപ്പോൾ 10 മണി കഴിഞ്ഞ ശേഷം ഏട്ടൻ എത്തിയിട്ടില്ല. ഏട്ടൻ എന്ന് പറഞ്ഞാൽ തമിഴില നമ്മൾ ഹസ്ബൻഡ് വാങ്ങ പൂങ്ങ എണ്ണങ്ങൻ കൂപ്പിടുற மாதிரி ഇങ്ങ ഹസ്ബൻഡിനെ എല്ലാവരും ഏട്ടാനെ വിളിക്കുക. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് തൂക്കം വന്നിച്ച്. അപ്പോൾ ഞാൻ അമ്മമ്മയോട് പറയുന്നുണ്ട്, അമ്മമ്മ എനിക്ക് 10 മണിയായി, ഏട്ടനെ എത്തിയിട്ടില്ല, എനിക്ക് തൂക്കം വരുത്, ഞാൻ പോയി തൂങ്ങട്ടെ, നിങ്ങളും പോയി തൂങ്ങിക്കോണ്. അതുവരയ്ക്കും അമ്മമ്മ അമേദിയ പറഞ്ഞിട്ടിരുന്ന അമ്മമ്മ കൊണ്ട് നെറ്റിപ്പോയി, പേടിച്ചു പോയിട്ട് എന്നോട് ചോദിക്കാന് എന്താ തൂക്കം വരുതാ, തൂങ്ങ പോരിയാണ്. അപ്പോൾ ഞാൻ അമ്മമ്മ പറഞ്ഞിട്ട് ഞാൻ ലോക്ക് ചെയ്തിട്ട് വന്ന് കിടന്നു ഉറങ്ങി. അപ്പോൾ അമ്മയുടെ അടുത്ത് പോയിട്ട് മോളെ അവരെന്നോട് പറയുന്നുണ്ട് തൂങ്ങാൻ പോകുന്നുണ്ട്, നീയും പോയി തൂങ്ങിക്കോന്ന്, ഇതെന്താണെല്ലാം ചോദിക്കുന്നുണ്ട്. അമ്മ പറയുന്നുണ്ട്. അപ്പൊ അമ്മക്ക് തമിഴ് தெரியாது. അപ്പൊ അമ്മാവും ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുമ്പോൾ ആ സമയത്ത് ഏട്ടന് വീട്ടിന് അകത്ത് കയറുന്നുണ്ട്. ഏട്ടനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പറഞ്ഞെന്ന് പറഞ്ഞാല് തമിഴില ചൊല്ലി തറാങ്ങനാണ് അർത്ഥം. അപ്പോൾ അങ്ങെല്ലാം ചൊല്ലി കൊടുക്കുന്നത്. അപ്പോൾ ഏട്ടൻ വന്നിട്ട് പിന്നെയാണ് ഏട്ടൻ പറയുന്നുണ്ട്, അമ്മമ്മ തൂങ്ങി പോറേന്ന് ചൊന്നാലേ തമിഴില ഉറങ്ങ പോറേന്ന അർത്ഥമാണ്. അപ്പോഴാണ് രണ്ടാൾക്ക് മനസ്സമാധാനം ആയത്. എന്നിട്ടും അമ്മമ്മ വന്ന് എന്നെ നാക്കിയുക പേടിച്ചിട്ടാണ്. അപ്പോൾ നാക്കിയതപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നീ എന്നോട് എന്താ പറഞ്ഞേന്. അപ്പോൾ ഞാൻ അമ്മമ്മയോട് പറഞ്ഞു എന്നാ തൂങ്ങ പോരേന്. അപ്പോൾ മൂന്നാളും കൂടി അവള് തൂങ്ങു പോയിരിക്കാന്ന് പറഞ്ഞ് ഫുള്ള് ചിരിയാ അന്ന ദിവസം മൊത്തം. അപ്പോ എല്ലാവർക്കും അറിയാം, നമുക്ക് വേറെ സ്റ്റേറ്റിലിരുന്ന് എവിടെ ഒരു സ്റ്റേറ്റിൽ ഇങ്ങനെ വേറൊരു സ്റ്റേറ്റിലേക്ക് പോയി എന്ത് ചെയ്താലും നമുക്ക് ഇമോഷണൽ ആകുമ്പോൾ നമ്മളോട് അന്ന മദർ ടങ്കാണ് പുറത്തു വരും. അതുമാതിരിയാണ് ഇന്ന വരയ്ക്ക് എനിക്ക് തൂക്കം വരുന്നെന്ന് പറഞ്ഞാല് ഞാൻ തൂങ്ങ പോരാണ് മാത്രമാണ് പറഞ്ഞത്. എനിക്ക് ഓർമ്മയിൽ അങ്ങനെയാണ് പറയുന്നത്. എപ്പോഴെങ്കിലും ഉറങ്ങ പോരാണ് പറയും. അപ്പോൾ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചത്. ഇതിലിருந்து ഞങ്ങൾക്കെല്ലാം എന്താ പറയുന്നതെന്ന് വിചാരിച്ചാൽ തമിഴ്നാട്ടുകാർക്കാണ്. ഇവിടെ മലയാളക്കാർക്ക് കേരളക്കാരുടെ അടുത്ത് വന്നിട്ട് ആരും ഞാൻ തൂങ്ങ പോരേ, നീങ്ക പോയി തൂങ്ങിക്കോങ്ങ, തൂങ്ങുവമ്മ ഒന്നും ചോദിക്ക വേണ്ട, കേൾക്ക വേണ്ട. ഏത് தெரியுமா, തൂങ്ങ പോരേന്ന് വെച്ചാൽ നമ്മതില് തൂങ്ങ പോരും, പക്ഷെ മലയാളത്തില് തൂക്കില തൂങ്ങ പോരേന്ന അർത്ഥം. അതുകൊണ്ടാണ് അവരെല്ലാം എന്നെ പേടിച്ചെന്ന് വെച്ചാൽ ഭയപ്പെട്ടത്. ഇതേമാതിരി നെക്സ്റ്റ് വീഡിയോയില് ഒരു സ്വീറ്റാണ് ഒരു എക്സ്പീരിയൻസ് കൊടുക്കണം. ശരിക്കും ഉണ്മയാ നടന്ന എക്സ്പീരിയൻസ് ആണ്. നെക്സ്റ്റ് വീഡിയോയിലെ കാണുന്നവരെ ഞാൻ നിഷ ഷഗീർ. ടാറ്റാ.